ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജിപ്പോഡ്. എല്ലാവർക്കും ഓണപരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു ഓണസമ്മാനം കേട്ടോ. ഓണക്കോടിയൊക്കെ തരാറില്ല, അതേപോലെ ഒരു ഓണസമ്മാനം തരാണ്. അപ്പോൾ ഈ ഓണപരീക്ഷയ്ക്ക് നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണ്ടേ. ഒന്നുകിൽ ഈ പരീക്ഷയ്ക്ക് വരുന്നതാണെങ്കിൽ 5 മാർക്ക്, ഒന്നുകിൽ 5 മാർക്ക്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ 8 മാർക്ക്. ഈ ഒരു ലെവലിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുന്ന മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിനാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ 8 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാം, ഇത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. എ കൺസ്യൂമർ വിഷസ് ടു പർച്ചേസ് 2 കമ്മോഡിറ്റീസ്. അതായത് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, 2 സാധനം ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 അതിൽ കൂടുതലുണ്ടാവും. എന്തുകൊണ്ടാണ് 2 പറയുന്നത്? ഗ്രാഫിൽ 2 കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില പ്രൈസ് ഓഫ് ഗുഡ് 1 എന്ന് പറഞ്ഞത് 2 രൂപയും ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 2 രണ്ടാമത്തെ സാധനത്തിൻ്റെ വില 4 രൂപയുമാണ്. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ സാധനത്തിൻ്റെ വില നമ്മളതിനെ P1 എന്ന് എഴുതും, അത് 2 രൂപയാണ്. രണ്ടാമത്തെ സാധനത്തിൻ്റെ വില അത് P2 എന്ന് എഴുതും, അത് 4 രൂപയുമാണ്. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു. ആൻഡ് മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് 20. ഓക്കെ, ഒരു കൺസ്യൂമറുടെ ഇൻകം പറഞ്ഞിട്ട് എത്രയാണ്? 20 ആണെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ M എന്നാണ് സൂചിപ്പിക്കാറില്ല, അത് 20 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഡൗൺ ദ ബജറ്റ് ലൈൻ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. എന്താ പറഞ്ഞത്? ആദ്യം ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടെത്തണം, അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്താനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞ് ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടെത്തണം അല്ലേ. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ സാധാരണ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്ന ഫോർമാറ്റിലാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ P1ഉം P2ഉം M ഒക്കെ മാറ്റി നമ്മൾ കിട്ടിയ വാല്യൂസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്താ വരിക നോക്കാം നമുക്കിവിടെ. P1ൻ്റെ സ്ഥാനത്ത് 2 വരുന്നു, 2x1 പ്ലസ് P2ൻ്റെ സ്ഥാനത്ത് 4 വരുന്നു, 4x2 ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാല്യൂ വരുന്നു, അത് എത്രയാണ്? 20 ആണല്ലേ. ഞാനതും കൊടുത്തു. ഓക്കെ, ഈസി ആണല്ലോ. യെസ്, ഈസി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. യെസ്, നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ വെച്ചു, ബജറ്റ് ലൈൻ തയ്യാറാക്കി. 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 20 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതി 1 മാർക്ക് നമുക്കിവിടെ സെക്യൂർ ആയി. ഓക്കെ, ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? പ്രിപ്പയർ ബജറ്റ് സെറ്റ്. യെസ്, അതിൻ്റെ മുന്നേ നമ്മളോട് എന്താ പറയുന്നത്? സ്ലോപ്പും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എന്ത്? സ്ലോപ്പ് ഇസിക്കൽ ടു -P1 ഡിവൈഡ് ബൈ P2 എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം എന്ത് വരിക? -P1 എന്ന് പറയുമ്പോൾ -2 ഡിവൈഡ് ബൈ P2 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? -1/2 എന്ന് വരും. ആൻഡ് ഫൈനലി ആൻസർ എത്രയായിരിക്കും? 0.5 എന്നായിരിക്കും വരിക. അപ്പോൾ സാറേ മൈനസ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, കാരണം ഈ മൈനസ് ഇവിടെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻ കാണിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവണം, അതിനെക്കുറിച്ച് എന്തില്ല ആലോചിച്ചിരിക്കേണ്ട. ആ മൈനസ് ഒഴിവാക്കിയിട്ട് വാല്യൂ ചെയ്താൽ മതി. 0.5 എന്നാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ബി പാർട്ടാണ് നോക്കാം. നമുക്ക് ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റും അതേപോലെ ബജറ്റ് കൺസപ്ഷൻ ബണ്ടിൽ നമ്മൾ മാറ്റുന്നത്. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റ് ലൈനിന് തുല്യമായിട്ട് വരുന്നത് അല്ലേ. ഒന്നുകൂടി പറഞ്ഞേക്കാം, ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബജറ്റ് ലൈനിൽ വരുന്ന പോയിന്റുകൾ മാത്രം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അതായത് നമ്മുടെ കംപ്ലീറ്റ് ഇൻകം ഉപയോഗിച്ചാൽ മാത്രം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാം. ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കംപ്ലീറ്റ് നമുക്ക് അറിയുന്ന കാര്യം, അതിന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് M ഡിവൈഡ് ബൈ P1 എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ വാല്യൂ കിട്ടും. M എത്രയാണ്? 20. P1 എന്ന് പറഞ്ഞാൽ 2, വാല്യൂ എത്ര കിട്ടുക? 10 യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 10 യൂണിറ്റ് മാക്സിമം എന്ത് ചെയ്യാം? ഒന്നാമത്തെ സാധനം വാങ്ങാം. ഇനി വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നോക്കുകയാണെങ്കിലോ M ഡിവൈഡ് ബൈ P2 ആണ് അല്ലേ. M ഡിവൈഡ് ബൈ P2 എന്ന് കിട്ടും. അത് എത്രയാണ്? 20 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. എത്ര കിട്ടുന്നത്? 5 യൂണിറ്റ് എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മാക്സിമം ഒന്നാമത്തെ സാധനം മാക്സിമം വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 10 യൂണിറ്റ് വാങ്ങാം. രണ്ടാമത്തെ സാധനം മാക്സിമം വാങ്ങുകയാണെങ്കിൽ 5 യൂണിറ്റ് വാങ്ങാം. അത് നമുക്ക് എഴുതാമല്ലോ. ആദ്യം അതിൻ്റെ ബജറ്റിൽ ഞാൻ എഴുതാണ്. ഒന്നാമത്തെ സാധനം 10 യൂണിറ്റ് വാങ്ങുന്നു, രണ്ടാമത്തെ സാധനം 0 വാങ്ങുന്നു. അപ്പോൾ എന്താണ്? ബജറ്റ് സെറ്റിൻ്റെ ഒന്നാമത്തെ ഇക്വേഷനായി. ഇനി രണ്ടാമത്, ഒന്നാമത്തെ സാധനം 0യും എന്നാൽ രണ്ടാമത്തെ സാധനം 5 യൂണിറ്റും വാങ്ങുന്നു. ഓക്കെ, ഇതാണല്ലോ നമ്മളിപ്പോൾ എഴുതി വെച്ച കാര്യം. ഓക്കെ, ഇത് രണ്ടും എഴുതിയതിന് നമ്മുടെ പോയിന്റുകൾ നമുക്ക് കിട്ടി. ഇനി ബാക്കി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അതിൻ്റെ ബജറ്റ് ലൈൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ബജറ്റ് ലൈൻ വരച്ച് നോക്കി ഈസി ആയിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ബജറ്റ് ലൈൻ വരക്കാൻ വേണ്ടി ഞാൻ എന്തിന് ആദ്യമേ X ആക്സും Y ആക്സും വരക്കുകയാണ്. ഓക്കെ, നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 10ഉം 5ഉമാണ് വേണ്ടത് അല്ലേ. ഈ 10, 5 എന്ന് പറയുന്നത് 10 യൂണിറ്റ് എക്സിലും വേണം, 5 യൂണിറ്റ് വൈയിലും നമുക്ക് എടുക്കാൻ പറ്റണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന X ആക്സിലും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണിക്കുന്നത് Y ആക്സിലുമാണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്യാം.
1 2 3 4 5 6 7 ദെൻ 8 9 10. നിങ്ങളിത് സ്കെയിൽ വെച്ച് ചെയ്യുന്നതിന് ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുകയും ചെയ്യും. ഇനി അതേപോലെ നമുക്ക് ഇവിടെ കൊടുക്കാം 1 2 3 4 5 6 7 8 9 10. നമുക്ക് 10 വരെ വേണ്ട, 5 വരെ 8 വരെ മതിയാവുമല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് ഇനി വാല്യൂസ് കൊടുക്കാം. 5 വരെ മതി, 5 വരെ വാല്യൂസ് മതി. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ചെയ്യേണ്ട 10 യൂണിറ്റിൽ എന്ത് ചെയ്യുക, ഞാൻ ആ പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്യണം. 10 യൂണിറ്റ് ഞാൻ ആദ്യം പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ വൈ ആക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരുന്ന 10 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യണോ വേണ്ട, എന്ത് ചെയ്താൽ മതി, 5 യൂണിറ്റ് മതി അല്ലേ. അപ്പോൾ ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 5ഉം ആണ് മാർക്ക് ചെയ്യുന്നത്. വൈ ആക്സിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ 5ആണ് മാർക്ക് ചെയ്തത്, അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം അതും ഞാനിവിടെ ചെയ്ത് വെച്ചു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന പോയിന്റുകൾ നമുക്ക് വരക്കാനാണ്. ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ ബജറ്റ് ലൈനുള്ള സെറ്റുകളൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ബജറ്റ് സെറ്റുകൾ നമുക്ക് അറിയുന്ന രീതി നമ്മൾ എഴുതി നോക്കി. 10,0 എന്ന് എഴുതി, അതേപോലെ 0,5 എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഒന്നാമത്തെ കൂട്ടിൻ്റെ വില നമുക്കറിയാം P1 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, 2 ആണെന്ന് അറിയാം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 2 × 2 × 1 വെച്ച് വാങ്ങാം, 2 × 2 വെച്ച് വാങ്ങാം, 2 × 3 വെച്ച് വാങ്ങാം, 2 × 4 വെച്ച് വാങ്ങാം. അങ്ങനെ നമുക്ക് മാക്സിമം എത്ര വരെ പോകാം, 2 × 10 വരെ വാങ്ങാം, 10 യൂണിറ്റ് വരെ വാങ്ങാം. അതാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ എഴുതി. ആൻഡ് P2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 4 ആണ്. അത് വെച്ച് നമ്മൾ എഴുതാൻ എത്ര കിട്ടും, 4 × 1 4 × 2 4 × 2 അങ്ങനെ എഴുതി നമുക്ക് എന്ത് വരെ എഴുതാം, 4 × 5 വരെ എഴുതാം. അതാണ് നമുക്ക് കിട്ടിയ 0.5 എന്ന് പറയുന്ന പോയിന്റുകൾ അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലൈനുകൾ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് വരച്ച് നോക്കാം, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഉദാഹരണം 4 × ഇത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വാല്യൂസ് കൃത്യമായിട്ട് ഇവിടെ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നാമത്തെ സാധനം ഞാൻ ചെയ്യുന്നത് 8 യൂണിറ്റ് വാങ്ങി. എത്ര യൂണിറ്റ് വാങ്ങി, 8 യൂണിറ്റ് വാങ്ങി എന്ന് വിചാരിക്കും. അപ്പോൾ എത്രയായി, 8 × 2 16 160 രൂപ. ബാക്കി 16 ബാക്കി 4 രൂപ ഉണ്ടാവും അല്ലേ. ആ 4 രൂപയ്ക്ക് എന്ത് ചെയ്യാം, എനിക്ക് അടുത്ത യൂണിറ്റ് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ ഇത് വാങ്ങിക്കൂടെ, പോസിബിളാണ്. ഇനി അതേപോലെ ഞാൻ വാങ്ങുന്നത് എന്താണ്, 8 മാറ്റി ഞാൻ എന്ത് ചെയ്തു, ഒരു 6 ആക്കി മാറ്റി എന്ന് ചെയ്യുക. 6 × 2 12, ബാക്കി എത്ര ഉണ്ടാവും, 8 ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ 6,2 എനിക്ക് എഴുതാം അല്ലേ, 6,2 എഴുതാം. അതും വാല്യൂ കറക്റ്റാണ്, ബജറ്റ് സെറ്റിന് വരുന്ന വാല്യൂ തന്നെയാണ്. ഇനി അടുത്ത് ഞാൻ 4 വാങ്ങുന്നു. 4 ആകുമ്പോൾ 4 × 2 8, ബാക്കി എന്തിന് 12 രൂപ ഉണ്ട് അല്ലേ. 12 രൂപ ഉണ്ടാകുമ്പം എനിക്ക് 3 യൂണിറ്റ് വാങ്ങാം ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടും, 8 6 4 2 0 അങ്ങനെ പോകും അല്ലേ. നോക്കിക്കോളൂ, 8 6 4 2, ഇനി അടുത്ത 2 0. ഞാൻ അടുത്ത വാല്യൂ ഒന്നും കണക്കാക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, 1 2 3 അടുത്ത 4 എന്ന് കൊടുത്താൽ മാത്രം മതി. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. 2 × 2 4 രൂപ, 4 × 4 16, 14 6 20 രൂപ കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്ത 0,5. അങ്ങനെയാണ് ഈ 0,5 നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ 0,5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ബജറ്റ് സെറ്റ് കൂടെ നമുക്ക് എഴുതാം. എത്രയാണ് വരുന്നത്, 10,0 എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു യൂഷ്വലായിട്ടൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം 10, പിന്നെ 8, പിന്നെ 6, പിന്നെ 4, പിന്നെ 2, പിന്നെ 0. അതായത് 0 ഒഴികെ ബാക്കി എല്ലാ നമ്പറും എന്താണ്, ഈവൻ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളായിട്ടാണ് പോകുന്നത് അല്ലേ. ഇനി നേരെ മറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 0 1 2 3 4 5. അതായത് ഓഡ് നമ്പേഴ്സ്, നമ്മുടെ സാധാരണ തുടർച്ചയായിട്ടുള്ള എണ്ണ സംഖ്യകൾ അവിടെ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ലോജിക്ക് പഠിക്കാന്നില്ല, ജസ്റ്റ് എങ്ങനെ വാല്യൂ കിട്ടിയെന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ അതിലെ ബജറ്റ് സെറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ എഴുതി. എത്ര എഴുതുന്നത് നോക്കിക്കോളൂ, 10,0. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 8,1, ദെൻ 6,2, ദെൻ 4,3, ദെൻ 2,4 ആൻഡ് ഫൈനലി 0,5. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്കിവിടെ കിട്ടിയ ബജറ്റ് സെറ്റ് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, നമ്മളോട് ബജറ്റ് ലൈൻ വരക്കാൻ പറഞ്ഞു, അത് നമ്മളിവിടെ ചെയ്ത് വെച്ചു. സി നമ്മളിവിടെ ചെയ്ത് വെച്ചെന്നാൽ ബജറ്റ് ലൈൻ വരക്കുകയാണ് ചെയ്ത് വെച്ചത്. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു, ഇൻകം ഓഫ് ദ കൺസ്യൂമർ 20 നിന്ന് 40 ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, 20 നിന്ന് 40 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. 20 നിന്ന് 40 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പുതിയ ബജറ്റ് ലൈൻ വരില്ലേ, നമുക്ക് നോക്കാം. അതായത് പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഞാൻ അതിന് HI1 എന്ന് കൊടുക്കുന്നു, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 1 എന്ന് കൊടുക്കുന്നു. പുതിയ ഇൻകം M1 / P1 എന്ന് വെച്ചാൽ എത്ര വരിക, 40നെ നമ്മൾ എന്ത് ചെയ്യുന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും, 20 യൂണിറ്റ് എന്ന് കിട്ടും.
അപ്പോൾ എച്ച് ഐ കിട്ടി 20 കിട്ടി. ആൻഡ് വി ഐ എത്ര വരിക? വി ഐ 1 എന്ന് പറഞ്ഞാൽ M1/P2 ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 40/4 എന്ന് കിട്ടും. എത്ര കിട്ടും? 10 യൂണിറ്റ്സ് എന്ന് അവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ എന്ത് ചെയ്യും? 5 മാറിയിട്ട് 10 ആവും, 10 മാറിയിട്ട് 20 ആവുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ നേരെ വരക്കുകയാണ്, നമുക്ക് ഇവിടെ വാല്യൂസ് വരക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യും? നേരെ ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നീട്ടി വരക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് യെസ്, ഞാനിവിടെ വരച്ചിരിക്കുന്ന വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നീട്ടി വരക്കാൻ പറ്റുന്നുള്ളൂ. ഈസിയായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നോക്കിക്കോളൂടാ. ഉദാഹരണത്തിന് നമുക്കിവിടെ കിട്ടിയ വാല്യൂസൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് നോക്കിക്കോളൂ. 10, 11, 12, 13, ദെൻ 14, 15, 16, 17, 18, 19, ദെൻ 20. ഓക്കെ, 20 ഈ വാല്യൂസ് വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. 20 വരെ വാല്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 10 വരെ ഉണ്ട് അല്ലേ. എനിക്ക് പുതിയ ബജറ്റ് ലൈൻ്റെ പോയിന്റുകൾ കിട്ടുമ്പോൾ ഇവിടെ 2 പോയിന്റുകളായിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിലവിൽ വരച്ചിരുന്ന ബജറ്റ് സെറ്റൊക്കെ ഇവിടെ നിന്ന് മായ്ക്കുന്നു. നമ്മൾ നേരത്തെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ, അതവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ബജറ്റ് സെറ്റ് ഉണ്ടാവുക. പുതിയ ബജറ്റ് സെറ്റ് ഇങ്ങനെയാണ് വരിക. അതായത് നമുക്ക് ഇനി ബജറ്റ് സെറ്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളായിരുന്നു 2x1 + 4x2 = 20 എന്ന് എഴുതി. ഇവിടെ നമ്മൾ മാറ്റി ചെയ്യുന്നത് എന്താണ്? 2x1 അതുപോലെ തന്നെ 4x2 അതുപോലെ തന്നെ =20 എന്നുള്ള മാറ്റി നമ്മൾ 40 എന്ന് കൊടുക്കുന്നു. ഇത്രയുള്ള സംഗതി ഇത് മാത്രം ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നോക്കി 8 മാർക്കിനൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ലെവലിൽ കൂട്ടി ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഈ ചോദ്യം വൃത്തിയായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കാണാൻ പഠിക്കുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പഠിക്കുക, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പഠിക്കുക, കർവ് വരക്കാൻ പഠിക്കുക, വൃത്തിയായിട്ട് ചെയ്യാനും പഠിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു ചോദ്യങ്ങളായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.